പുതിയ വീട് പണിത് നൽകാൻ പഴയ പേപ്പർ ശേഖരിച്ച തൃശ്ശൂരിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ സ്നേഹഭവന പദ്ധതിക്ക് പണം കണ്ടെത്താൻ വേണ്ടിയാണ് കുട്ടികൾ പേപ്പർ ശേഖരിക്കുന്നത്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹഭവന പദ്ധതി പ്രകാരം ജില്ലയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് 3 വീടുകൾ പണിതു നൽകി. 4ാമത് വീടിൻ്റെ നിർമ്മാണത്തിന് പണം ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് വീടുകളിൽ നിന്നും പഴയ പേപ്പറുകൾ ശേഖരിക്കുന്നത്. പിന്നീട് പേപ്പറുകൾ കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ കടയിൽ വിൽക്കും. ഇങ്ങനെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. നിങ്ങളുടെ കയ്യിൽ കൂടുതലായിട്ട് പാഴായി കിടക്കുന്ന ന്യൂസ് പേപ്പറുകളും പേപ്പർ സ്ക്രാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് പാലസ് റോഡിൽ മോഡൽ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരാം. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെയും ദയവായിട്ട് ഞങ്ങളെ സഹായിക്കാം. അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നത്. തൃശ്ശൂരിലെ 3 ഉപജില്ലകളിലും ഓരോ ഭവനം കൂടി പണി കഴിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നടത്തറ ഗ്രാമപഞ്ചായത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഭവനം നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആഹ്വാനം പ്രകാരം ഹോം ഫോർ ഹോംലെസ് എന്ന് പറയപ്പെടുന്ന പദ്ധതി പ്രകാരം തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ 3 വിദ്യാഭ്യാസ ജില്ലയിലും കൂടിയിട്ട് 3 വീടുകൾ വെച്ച് കൊടുക്കുവാനുള്ള പ്ലാൻ തയ്യാറാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ വീടാണ് ഇത് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഈ നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയുള്ള കുടുംബത്തിലെ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന പുണ്യകർമ്മമാണ് നടത്തുക. വീടുകളിലെ ആക്രി സാധനങ്ങളും പഴയ പേപ്പറുകളും ഉണ്ടെങ്കിൽ തൃശ്ശൂർ പാലസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൗട്ട് ഗൈഡ് ഭവനിൽ എത്തിക്കണമെന്ന അഭ്യർത്ഥന കൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു.